നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ മൈത്രിയന്റെ ചില വിശേഷങ്ങളാണ്. അത് ജനമൈത്രിയാണ് നമ്മളിപ്പോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 3 പീപ്പിൾസ് ഇരുന്നോണ്ടുള്ള ഒരു ജനമൈത്രി. ഈ മൈത്രിയെ കൂടി ഉൾപ്പെടുത്തിയെന്നുണ്ട് ഒരു മൈ കഥയായി മാറിയിരിക്കുകയാണ്. മൈ മനസ്സിലായല്ലോ. അപ്പൊ ഒരു ആധുനിക മൈയാണ് പുള്ളി. അപ്പൊ അതിനെക്കുറിച്ച് പറയേണ്ടതും ബാക്കിയൊക്കെ ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇടാം, നിങ്ങൾക്ക് വേണം കണ്ടുനോക്കാം. പക്ഷെ അതിന് പോരായ്മയുള്ള ചില കാര്യങ്ങളാണ് പിന്നീട് ഞാൻ രണ്ടാമത് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. അത് ഇതിനോടകം പറയാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ചിലത് ഞാൻ എടുത്ത് കാണിച്ചിട്ട് സ്ലൈഡ് ഇട്ടിട്ട് അതിന് മറുപടി പറയാം. കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ ഒരു ഹ്രസ്വമായിട്ട് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്, അത് ആൾക്കാർക്ക് പെട്ടെന്ന് ശ്രദ്ധ കിട്ടാത്ത ചില കാര്യങ്ങളാണ്. അത് നമ്മൾ പറയുമ്പോഴായിരിക്കും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഒരു തർക്കത്തിൽ ഒരാൾ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ, അതിനകത്തുള്ള ദോഷങ്ങൾ, അത് കേൾക്കുന്നതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ, അത് എന്തുകൊണ്ട് അയാൾ പറയുന്നു, അതിന്റെ മോട്ടീവ്സ്, അത് എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യാൻ പാടില്ലാത്തത്, അതിനെ എങ്ങനെ ഡിസേൺ ചെയ്ത് തിരിച്ചറിയണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് നമുക്കിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട കാര്യത്തിലേക്ക് തുടങ്ങാം. ട്രോളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം മൈത്രേനെ ഒരു ട്രോൾ എന്ന് കണ്ടു. അതായത് മൈത്രേനെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ പുരുഷന്മാരായ കൊന്തന്മാരുടെ ആവശ്യമൊന്നുമില്ല, ഇവിടുത്തെ ജോലികളെല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഈ വയനാട് ദുരന്തം സംഭവിച്ചപ്പോ ഈ പറയുന്ന പുരുഷന്മാരാണ് അവിടെ അധികം ഉണ്ടായത്, സ്ത്രീകൾ അവിടെ കടന്നു വരുന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചാൽ ആദ്യം ഓടി നിന്ന് കായികമായിട്ട് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നത് പുരുഷന്മാർക്കല്ലേ. അപ്പൊ പറയുന്നത് ചെറിയൊരു പ്രശ്നമില്ലേ? ഇല്ല, ഇല്ല, അയാൾക്ക് പ്രശ്നമില്ല. കാര്യം അയാൾ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു, അയാളുടെ ഒരു അജണ്ട ഉണ്ട്. അപ്പൊ ആ അജണ്ട വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പോ എന്താ പറയാ, ബാക്കിയുള്ള മീശയൊക്കെ വരച്ചാൽ ബാക്കിയുള്ള ജീവിതത്തിൽ എങ്ങനെയും കഴിച്ചിലാകണം. അത് സ്ത്രീകളെ ഇങ്ങനെ പൊക്കി പറഞ്ഞിട്ട് അതുകൊണ്ട് കഴിച്ചിലാകാന്നുള്ള ഒരു നോട്ടമാണ് കിളവച്ചാറിന്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്, അതുകൊണ്ടിട്ടാണ് പറയുന്നത്. ബാക്കിയുള്ള കേട്ട് നോക്കാം. അടിയാൾക്ക് നീന്താനും മരത്തെ കയറാനും അറിയാവുന്നതാണ് സങ്കല്പം. എല്ലാ പുരുഷന്മാരും ഇവിടെ വീടിന് ചാകുന്ന കുട്ടികളെല്ലാം ആൺകുട്ടികളാണല്ലോ 90%, അല്ലേ? അതെന്താണ് അവർക്ക് നീന്തൽ അറിയാത്തത്? അവർക്ക് എന്താണ് നീന്തൽ അറിയാത്തതെന്നാണ് പറയുന്നത്. നീന്തൽ അറിയാവുന്നവരായാലും ഒഴുക്കുണ്ടെങ്കിൽ ആൾക്കാർ അവിടെ ചാകും. പെണ്ണുങ്ങൾ ചാകാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങാത്തതുകൊണ്ടിട്ടാണ്. അതുകൊണ്ടിട്ടാണ് ലോകത്തിൽ, കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ സ്ത്രീകളുടെ ലൈഫ് എക്സ്പെക്ടൻസി കുറച്ച് കൂടുതലാണ്. കാരണം ഈ ആമ ജീവിക്കുന്ന ആമക്ക് ഒരുപാട് ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ടെന്ന് പറയുന്ന പോലെയാണ്. കാരണം ആമ ഒന്നും ചെയ്യുന്നില്ല, ആമ വളരെ സുഖമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ആമ ജീവിക്കുന്നത്. അല്ലാത്തൊരു സാഹചര്യത്തിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും വേറെ ടേറ് മനുഷ്യൻ സംഭവിക്കും, ബോഡിക്ക് സംഭവിക്കും, മനസ്സിന് സംഭവിക്കും, ഇതെല്ലാം സംഭവിക്കും. അത് സ്ത്രീക്ക് താങ്ങാൻ പറ്റില്ല, അത് പുരുഷന് താങ്ങാൻ നോക്കും. പുരുഷന്റെ ബോഡിക്ക് താങ്ങാൻ നോക്കും, പുരുഷന്റെ മനസ്സിന് താങ്ങാൻ നോക്കും. അതാണ് ബയോളജി, അതാണ് പുരുഷന്റെ റെസിലിയൻസ് എന്ന് പറയുന്നത്. അത് സ്ത്രീക്കില്ല. അത് പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ ഇയാൾ ഇത്ര നാൾ ജീവിച്ചിട്ട് മീശ മുടിയും വരെ നടക്കുന്നവരെ ജീവിച്ചിട്ട് ഇയാൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇയാൾ പൊട്ടനാണ്, അല്ലെങ്കിൽ ഇയാൾ കള്ളനാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഇത് രണ്ടായാലും, ഇയാൾ പൊട്ടനായാലും കൊള്ളാം, കള്ളനായാലും കൊള്ളാം. ഈ രണ്ട് വാക്കും കേൾക്കുന്നവര് നല്ലതല്ല. പൊട്ടന്റെ വാക്ക് കേൾക്കുന്നത് നല്ലതല്ല, കള്ളന്റെ വാക്ക് കേൾക്കുന്നത് നല്ലതല്ല. അതുകൂടി ആൾക്കാർ ഓർക്കുക. അടുത്ത പുരുഷനായ നീന്തൽ അറിയണമല്ലോ, തള്ളി മറിക്കണം, താഴോട്ട് വീണാൽ ജീവിച്ചിരിക്കണമല്ലോ, അതൊന്നല്ലല്ലോ പഠിപ്പിക്കാം. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആണായാലും പെണ്ണായാലും പരിശീലനം കൊടുക്കാതെ പറ്റില്ല. ആണുങ്ങൾക്ക് ആകെയുള്ള വ്യത്യാസം എന്താണ്? ബലം, ഭാരം പൊക്കുന്നിടത്ത് മാത്രമാണ് വ്യത്യാസം. പുരുഷന്മാർ ഇത്രയും. അപ്പൊ ഇയാള് വേറൊരു ആണുങ്ങളെ കണ്ടിട്ടില്ല, വേറൊരു ഒരു കഴിവുള്ള ഒരു ആണുങ്ങളെ കണ്ടില്ല. ആകെപ്പാടെ ഭാരം പൊക്കുന്ന ആണുങ്ങളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ ഒന്നും ഇയാള് ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനകത്ത് കൊന്തമാരി നാട്ടിലുണ്ടായാലും എന്തുണ്ടായി? ഒറ്റ മരൽ ഒരു സ്വർണ്ണ മരം അടിച്ചോ? അല്ല, പുരുഷനാണ്. ഈ നിലനിൽക്കുന്ന പുരുഷന്മാരുടെ വിരോധം ഉണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ ഇയാൾ ഈ വിളവും കാണിച്ച് ജീവിക്കുന്ന മനുഷ്യനാണല്ല. നേരെ ഈ നിലവിലുള്ള പുരുഷന്മാരുടെ കൂടെ ഇയാൾ നിൽക്കുകയാണെങ്കിൽ കൂടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കമ്പത്തടിക്കുക. ഇയാളുടെ വിളവ് നിർത്തുന്ന പറയും, വിളവ് നിർത്തി എന്നിട്ട് ആണാകാൻ വേണ്ടി പറയും. മുൻപന്തിയിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ പെണ്ണിന്റെ പാവാടയുടെ കീഴിൽ കിടന്നുകൊണ്ട് പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് ചൊളിവില് അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറയും. കർണത്തിട്ട് അടി കിട്ടും. അതുകൊണ്ട് ഈ റാമാരി മീശയുടെ പണിയൊന്നും അവിടെ നടക്കൂല. പിന്നെ ഇയാളുടെ ഒരു വിചാരമുണ്ട്, ഇയാൾ പറയുന്നതെല്ലാം കേട്ട ആൾക്കാർ അംഗീകരിക്കുന്ന, ഇയാൾ പറയുന്നതിന്റെ എന്തോ വലിയ കാര്യമുണ്ട്, അത് ആൾക്കാർ അംഗീകരിച്ചു. അതുകൊണ്ടല്ല, ഇയാളുടെ ആ മീശയുടെ നരയും പ്രായത്തിന്റെ ഇതും കൊണ്ടിട്ടാണ് ആൾക്കാർക്ക് കേൾക്കുന്നത്. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നവൻ ഈ റോജി എന്ന് പറയുന്ന വ്യക്തി, അയാളൊരു പ്രൊഫഷണലായിട്ട് ഈ പണി ചെയ്യുവാണ്. അപ്പൊ അതിനകത്ത് ഇയാളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടാൻ പറ്റില്ല, ഒച്ചവും ഇതാക്കാനും പറ്റില്ല. അപ്പൊ കുറച്ച് ഒരു സംയമനം പാലിക്കണം. പിന്നെ ഇയാളുടെ പ്രായത്തിന് പരിഗണന കൊടുക്കും. അതുകൊണ്ടിട്ടാണ് ആൾക്കാർ മിണ്ടാത്തത്. പക്ഷെ കിളവന്റെ ചിന്തകളവൻ പറയുന്ന എന്താണ്ട് കേട്ടിട്ട് ആൾക്കാർ അംഗീകരിച്ചെന്നാണ്. അങ്ങനെയല്ല, കിളവൻ അതിലൊന്ന് താഴണം, ഒന്ന് മനസ്സിലാക്കണം, തിരിച്ചറിവുണ്ടാവണം കിളവന്.
അടുത്ത് നോക്കാം. നിൽക്കുന്ന പുരുഷന്മാർ തരാണ്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ ബോൺസായി ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്നൊരു ദുരന്തം വരുമ്പോൾ കയറി ചെന്ന് പട്ടാളക്കാരെ പോലെ പെരുമാറണം നടക്കോ? അറിയാം. അത് ഹിറ്റ് ചെയ്യേണ്ട സ്ഥലത്താണ് ഹിറ്റ് ചെയ്ത്. പെണ്ണിനെ സപ്പോർട്ട് ചെയ്തോ, പെണ്ണി ഇഷ്ടപ്പെട്ട് പെണ്ണ് അവിടെ കയറി അതാക്കിയ ഇനി അതിനെ പിടിച്ചു തുടങ്ങും. കിളവന്റെ ഓരോ കളികളെ. അപ്പൊ മരത്തെ കയറാൻ അറിയാവുന്നവരും രക്ഷിക്കാൻ അറിയാവുന്നവരൊക്കെ എല്ലാവരും വയനാട്ടിൽ പോകണമെന്നാണ് ഈ പറയുന്നത്. ഓക്കെ. ഇതാണ് ഇയാളുടെ അടുത്ത് പറയാനുള്ള അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇയാൾ ഇങ്ങനെ അടുത്ത് അത്രോളം എന്ന് പറഞ്ഞ് ഇയാളുടെ അഭിപ്രായങ്ങൾ ആൾക്കാരുടെ ഇങ്ങനത്തെ അടിച്ചേൽപ്പിക്കുന്ന ഒരു കളവനാണ്. അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇയാളുടെ ചിന്തയാണ്. വിവരം കെട്ട മനുഷ്യന്റെ വിവരം കെട്ട ചിന്തയാണ്. പിന്നെ അത് കേൾക്കുന്നത് തന്റെ പ്രായത്തിന്റെ ഇത് കൊണ്ടിട്ടാണ് ഇത് കേൾക്കുന്നത്. അല്ലാണ്ട് താൻ പറയുന്നതിൽ ഒരു കിഴങ്ങ് കൊണ്ടായിട്ടല്ല. തന്റെ കളിയൊക്കെ നമുക്ക് മനസ്സിലാവും. സാമാന്യ ബോധമുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഞാനിപ്പോ ഉക്രൈനിൽ വാറിൽ പോയില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി പട്ടാളത്തിൽ ചേർന്നില്ല എന്ന് പറയുന്നത് പോലെ ഇയാള് വിവരക്കേടൊക്കെയാണ് പറയുന്നത്. ഇയാളിങ്ങനെ വേണ്ടാത്ത ഉപമയൊക്കെ പറയും. അതിനകത്തൊരു എക്സാമ്പിൾ ആണ് ഇത്. കേട്ട സമയം പോകും. എത്രയും സ്ത്രീകളുണ്ട് കൊച്ചുകുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ത്രീകൾ. അല്ല, ആ പറയുന്ന അല്ല, ഇയാൾ ചോദിച്ചതിന് ഉത്തരവൊന്നല്ല ഞാൻ പറയുന്നത്. ഇയാൾ ചോദിച്ചതല്ല. അതൊന്നും അല്ല പറയുന്നത്. ഇയാളുടെ ചില കാര്യങ്ങളുണ്ട്, അതാണ് പറയുന്നത്. ഇയാളുടെ മോട്ടീവ് ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. ഞാൻ നോക്കാം. അവിടെയാണ് ഈ പുരുഷന്മാര് നയപരമായി നിൽക്കുന്നത്. എന്നിട്ട് കളിയണ മന്ത്രം എന്ന് പറയും. ഭാര്യ ഇത് മുഴുവൻ ഇതുപോലെ ചെയ്തിട്ട് ഈ പുരുഷന്മാര് അമ്മയെ കാണുമ്പോ ഇവനെ പണ്ടേ അറിയാം. അമ്മയുടെ കൂടെ നിന്നാലേ വരുന്ന സ്വപ്നം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ ഏരിയ മുഴുവനും നിൽക്കും. എന്നാൽ ഈ പെണ്ണുങ്ങളെ മുഴുവനും എറിഞ്ഞു കൊടുക്കുന്നവരെ പെണ്ണുങ്ങളെ മുഴുവൻ എറിഞ്ഞു കൊടുക്കുന്നു. ഒരു കുടുംബ ബന്ധത്തിലെ കാര്യമാണ് പറയുന്നത്. അമ്മായിയമ്മ മരുമകൾ പോരിന്റെ കാര്യമാണ് പറയുന്നത്. പെണ്ണുങ്ങളെ എങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്നത്? ഈ അമ്മായിയമ്മയും പെണ്ണാണ്. ഇയാൾ ആരെ കുറിച്ചാണ് പറയണമെന്ന് നമ്മളറിയാം. ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന പെണ്ണാണ്, മരുമകളെന്നും പറയുന്ന പെണ്ണാണ്. ഈ നടുക്ക് നിൽക്കുന്ന ആളാണ് ഈ മകനെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ അമ്മായിയച്ഛൻ എന്ന് പറയും, പുരുഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് അമ്മായിയമ്മ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ ഒന്നുമല്ല. അപ്പൊ ഈ അമ്മായിയമ്മ എന്തുകൊണ്ട് ഇത് കാണിക്കുന്നത്? അത്ര നാള് മകനിലുണ്ടായിരുന്ന ഒരു ആധിപത്യം അവർക്ക് നഷ്ടപ്പെടുന്നു പുതിയ പെണ്ണ് വരുമ്പോ. അതുകൊണ്ട് അമ്മായിയമ്മ അത് കാണിക്കുന്നത്. പെണ്ണും അത് തന്നെ കാണിക്കുന്നത്. പെണ്ണിന്റെ ഒരു ആധിപത്യം, പെണ്ണിന്റെ റോളില്ലാണ്ടാവുന്നു. അപ്പൊ കെട്ടി വരുന്ന പെണ്ണാലും പറഞ്ഞാൽ നമുക്ക് വേറെ വീടെടുത്ത് മാറാം, നമുക്ക് അവിടെ ചെല്ലാം, അങ്ങനെ ജീവിക്കാന്നൊക്കെ പറയും. അങ്ങനെ ജീവിക്കാൻ വേണ്ടി അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും അതിനകത്ത് വേറെ പല കാര്യങ്ങളുണ്ട്. 2 ആള് ജീവിച്ചാലും 4 ആള് ജീവിച്ചാലും ഒരടുപ്പിൽ അല്ലെ 6 ആള് ജീവിച്ചാലും ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോഴത്തേക്കും ഒരടുപ്പ് വേകുമ്പോഴത്തേക്കും അത് 4 ആൾക്ക് വേണ്ടി വേവിക്കുന്നു, 6 ആൾക്ക് വേണ്ടി വേവിക്കുന്നു, 2 ആൾക്ക് വേണ്ടി വേവിക്കുന്നു. ടൈമും എനർജിയും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പൊ ഒരു കുടുംബത്തിൽ നിൽക്കുമ്പോഴത്തേക്കും അതിന് അതിന്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പക്ഷെ ഇതിനകത്തൊരു പവർ ഗെയിം കൊണ്ടുവരുന്നത് എപ്പോഴും പെണ്ണാണ്. ഇതിനകത്ത് പറയുന്നത് വേറൊരു കാര്യം, ഈ പെണ്ണ് കോട്ടയത്തുകാരിയായിരിക്കും, അമ്മ കൊച്ചിക്കാരിയായിരിക്കും, അല്ലെ അമ്മ തിരുവനന്തപുരത്തുകാരിയായിരിക്കും. അപ്പൊ അതൊരു വലിയ അടുക്കളയിലൊക്കെ വലിയ വിഷയമാണ്. അതാണോ ഒരു വിഷയം? ആഭ്യന്തരമായിട്ടുള്ള വിഷയം അതാണോ? അവിടെയും പ്രശ്നം ഉണ്ടാക്കുന്ന പെണ്ണല്ലേ? തിരിച്ചറിവില്ലാണ്ട് അലമ്പുണ്ടാക്കുന്ന പെണ്ണല്ലേ? മരുമകള്, എന്റെ മരുമകൾ കൊച്ചിക്കാരത്തിയാണ്, അല്ലെ എന്റെ മരുമകള് കൊല്ലത്തുകാരത്തിയാണ്, അല്ലെ തൃശ്ശൂർക്കാരത്തിയാണ്. ഇതറിയാൻ പാടില്ല. അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാല്ല. അവർക്ക് അതിനുള്ള പ്രായം ഉണ്ടല്ല. അത് എന്താ ചെയ്യാത്ത? അവിടെ ഒരു കുശുമ്പ് കൊണ്ടുവരുന്നത് പെണ്ണിന്റെ ഇതല്ലേ? അത് ചെയ്യുന്ന അമ്മായിയമ്മയല്ലേ? ഇനി അമ്മായിയമ്മ അത് ചെയ്യുന്നുണ്ടെങ്കിൽ മരുമകൾക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ, ഇത്ര വലിയ സ്വതന്ത്ര മാങ്ങാണ്ടിയാണ് സ്ത്രീയാണെന്ന് ഉള്ള ചിന്തയുള്ളവളാണെങ്കിൽ അവിടെ അമ്മ ഞാൻ കൊച്ചിക്കാരത്തിയാണ്, അല്ലെ ഞാൻ കോട്ടയത്തുകാരി, എനിക്കറിയില്ല, പിന്നെ അമ്മയ്ക്കത് വേണമെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം, അമ്മ അത് കാണിച്ചത് ചെയ്യാം. അത് പറഞ്ഞാൽ അതിന്റെ രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യമുള്ളൂ. അതിന് ഇമോഷണലായിട്ടും അത് മനസ്സ് വിഷമിച്ച് പിന്നെ കെട്ടിയാൻ്റെ അടുത്ത് ചെന്നിട്ട് അമ്മ ഇങ്ങനെ കാണിച്ച് അതിന് അയാൾക്ക് ടെൻഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. അത് വേറൊരു കാര്യമാണ്. അതൊക്കെ ഇയാൾ പറയുന്നത് എന്താ അറിയാൻ പാടില്ല. അടുത്തേലൊക്കെ കിടക്കാം. എന്നിട്ട് ഈ അച്ഛനെന്ന് പറയുന്ന ആളാണെങ്കിൽ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയും. ഇത് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും നല്ല ഇഷ്ടമാണ്. ഭാര്യയോടോ അമ്മയോടോ പറയും, അവിടെ നിയന്ത്രിച്ചേക്കണം നീ, ഇങ്ങനെയാണ് ഈ നിയന്ത്രണത്തിൽ ഈ ചെയ്യും. കറക്റ്റാ, അവളത് അംഗീകരിച്ച്, ആ പെണ്ണങ്ങ് അംഗീകരിച്ച്. പിന്നെ അച്ഛൻ എന്ത് തേങ്ങാക്കൊല ചെയ്യാനാണ്? അച്ഛൻ ചൂരലെടുത്തിട്ട് അടിക്കണം പെണ്ണിന്റെ അടുത്ത്. സ്ത്രീകളോട് പറയേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകൾക്ക് സ്ത്രീകളുടെയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഇയാൾക്ക് അറിയാൻ പോലെ ഇത്ര നാളായിട്ട് ജീവിച്ചിട്ട് ഈ തലയും മുടിയും പൂടെയൊക്കെ നരച്ചിട്ട് ഇനി എവിടെയൊക്കെ അയാൾക്ക് പൂടുണ്ട് അതൊക്കെ നരച്ചാണ്. എന്നിട്ടും അയാൾക്ക് ഇതറിയാൻ പാടില്ല. ഈ അപ്പനാണ് മകളെ പഠിപ്പിക്കുന്നത്, അല്ലെ അമ്മായിയപ്പനാണ് മരുമകളെ പഠിപ്പിക്കുന്നത്. അമ്മായിയമ്മയോട് പറയും അവളുടെ കാര്യമൊന്നും നോക്കിയത്, അവൾക്ക് എന്താന്ന് വെച്ചാൽ അവൾക്ക് എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയത്, അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കിയത്, ബാക്കി നമ്മുടെ പറമ്പിലും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ ചെക്കനെ കുറിച്ചുള്ള കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് മനസ്സിലാക്കിയത്. അത് അച്ഛന് അമ്മയോടെ പറയാൻ നോക്കുള്ളൂ. അമ്മയാണെന്ന് പറയുന്നത്, അമ്മയുടെ റോളാണത്. പിന്നെ ഇയാളെന്ത് തേങ്ങാക്കൊലയാണ് പറയണമെന്ന് അറിയാൻ പോലെ പെണ്ണിനെ തൂപ്പിച്ചിട്ട്
ഉണ്ടാക്കാൻ നടക്കണല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇയാൾക്ക് ഉണ്ടാവാനുള്ള ഏതെങ്കിലും പെണ്ണ് ഇരുന്ന് പറഞ്ഞ കാര്യമാണ് ഇയാൾ പറയുന്നത്. ആ വായിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഇയാൾ ഈ തള്ളി വിടുന്നത്. അടുത്ത നോക്കാം. രീതി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സ്ത്രീകളെയാണ് നിങ്ങൾ ഈ പറഞ്ഞത്. അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇയാൾ പറഞ്ഞ സ്ത്രീകൾ അങ്ങനെ തന്നെയാണ്. റോജിയുടെ മുഖം കണ്ടിട്ട് പിടിച്ചൊരു കിണ്ണുകൊടുക്കണം. ഇതാണ് ഈ കിളവൻ പറയുന്നത്. കിളവനല്ലേ വോട്ട് പുല്ല് കൊതുകിനും ഇല്ല കൃമികടി. അപ്പൊ കിളവനൊരു വേല ഇറക്കണല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇത് കേട്ടോണ്ടിരിക്കണേ. കിളവനങ്ങ് അടിച്ചു പെരുക്കുകയാണ്. സ്ത്രീകളെ ഉണ്ടാക്കി വാർത്തുണ്ടാക്കിയ വാർക്കപ്പണിക്കാരായിരുന്നു. പുരുഷനെ വ്യക്തിമായിരിക്കുകയും ചെയ്യും. പക്ഷെ ആനുകൂല്യം കൂടുതലുള്ള വ്യക്തി, ആനുകൂല്യം കൂടുതലുള്ള വ്യക്തിമാണ്. പുരുഷനും കുഴപ്പങ്ങൾ സംഭവിക്കും, പുരുഷനും വിക്റ്റിമാകും. പക്ഷെ ആനുകൂല്യം കൂടുതലുള്ള വ്യക്തിമാണ്. എവിടെയാണോ ആനുകൂല്യം? ഒരു പെണ്ണ് കിടന്ന് ഒച്ചയെടുത്ത് കഴിഞ്ഞാൽ പെണ്ണ് മാത്രമല്ല പൊങ്കാല ഇടുന്നത്, പുരുഷന്മാരും കയറി പൊങ്കാല ഇടും. അല്ലേ? ഒരു പുരുഷൻ ഇയാൾ ഏത് ഇയാൾ പുരുഷനായിട്ട് ജീവിച്ചിട്ടില്ല. ഇയാൾ ഇതാണ് ജീവിച്ചത്. പെണ്ണിന്റെ പാവാടയുടെ അടിയിൽ കിടന്നാണ് ഇയാൾ ജീവിച്ചിട്ടുള്ളത്. കണ്ട പെണ്ണുങ്ങളുടെ പാവാട അടിയിൽ കിടന്ന് ജീവിച്ചിട്ട് അതിന്റെ ഛായയില് ആ പാവാട ഉള്ളത് കൊണ്ട് ആരും ഇയാളെ തല്ലാൻ വരാത്തതാണ്. അല്ലെങ്കിൽ ഇയാൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത മനുഷ്യനാണ്. ആനുകൂല്യം എവിടെയായിട്ടാണ് ആനുകൂല്യം? എന്താണ് ആനുകൂല്യം? ജന്മം തുടങ്ങി മരിക്കുന്നവരും അനുഭവിച്ചാണ് ജീവിക്കുന്നത് ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് പ്രഷറുണ്ട് ഒരു പുരുഷന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇയാൾക്ക് അങ്ങനെയല്ല. ഇയാൾക്ക് വാർത്തകൾ തള്ളിയാൽ മതി റാമീശം വെച്ചോണ്ട് നിന്നിട്ട്. എന്നിട്ടാണ് പറഞ്ഞ ആനുകൂല്യം. ഇയാൾക്ക് ആനുകൂല്യം ഉണ്ടാവും. കാരണം ഇതേപോലെ വണ്ടിയിലാക്കളവനല്ല. അറിയാം. ഇയാളെന്തായാലും 12 മണിക്ക് ഇറങ്ങി കഴിയുമ്പോ ആരെങ്കിലും നമ്മുടെ അക്രമത്തിനെ പറ്റി പറയുമ്പോൾ ഇയാൾ വലിയ ശൂഭരനായ വണ്ടിയാണ്. ഇയാളെ അടിച്ചാൽ വീട്ടുകാരും ചോദിക്കത്തില്ല, പോലീസും ചോദിക്കത്തില്ല. ഞാൻ എന്തിനാ രാത്രി സിനിമ കാണാൻ പോയതാ, അത്രേ കഴിഞ്ഞു. ഒരു സ്ത്രീ അവിടെ നിന്ന് ബലാത്സംഗം ചെയ്യാൻ പോയാല് അതാണ് അതിന്റെ പോയിന്റ്. ഒരാളും ചോദിക്കില്ല, ഒരു പട്ടിയും തിരിഞ്ഞു നോക്കൂല. ഒരു പുരുഷൻ ഒരു കുഴപ്പമുണ്ടായാൽ അവന്റെ ഉത്തരവാദിത്തമാണ്, അവന്റെ ചുമതലയാണ്. അവനെ ചിന്തിച്ച് പ്രവർത്തിച്ച് ചെയ്യേണ്ട കാര്യം അവന്റെ കാര്യമാണ്. ഇനി എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവന്റെ കുഴപ്പമായാൽ പോലും അത് കവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം പുരുഷനുണ്ട്. അത് ഇയാൾക്കില്ല. അതാണ് പറഞ്ഞത്. അതിന്റെ ഒരു കോൺഷ്യസ്നസ് പുരുഷനുണ്ട്. അതായത് ഒരു രാത്രി ഒരു അല്പവസ്ത്രധാരിയായിട്ട്, അല്ലെങ്കിൽ അല്പവസ്ത്രധാരി ആകണമെന്നില്ല, ആൾക്കാരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കും അതിലൊരു ഡേഞ്ചറുണ്ട്. ഒരു പോക്കറ്റ് നിറയെ കാശുമായിട്ട് ഒരു പുരുഷൻ രാത്രി നിൽക്കുന്നതും ഒരു സ്ത്രീ നിൽക്കുന്നതും അത് തുല്യമാണ്. അവിടെ ഒരു ഡേഞ്ചറുണ്ട്. എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ. മനസ്സിലായോ? ഒരു സ്ത്രീ ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കും അവിടെ സ്ത്രീക്ക് ഒരു ഡേഞ്ചറുണ്ട്. ഒരു പുരുഷൻ ഈ പോക്കറ്റ് നിറയെ കാശുമായിട്ട് ഇത് കണ്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ അവനെ തല്ലിയിട്ടുണ്ട് കാശെടുത്തോണ്ട് പോകും. അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഈ കിളവാച്ചി പറയുന്ന പോലെ എല്ലാം മനസ്സിലാക്കേണ്ടത്. കിളവാച്ചി എന്തെങ്കിലുമൊക്കെ പറയും, അത് കിളവാച്ചികളുടെ ഇത്. അങ്ങനെയല്ല നമ്മൾ കാര്യം മനസ്സിലാക്കണം. അതെ, ലളിതമാണ്. പിന്നല്ലേ അങ്ങനെയുള്ള ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്ത് എന്താണ് പോയത്? അത് അവക്ക് വേണ്ടി വ്യസനിക്കുന്ന, അവിടെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അവിടെ നന്നായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക്, അച്ഛനായിക്കോട്ടെ ആങ്ങളായിക്കോട്ടെ, അവളുടെ ജീവിതത്തിലുള്ള ഏത് പുരുഷ സാന്നിധ്യമായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, കാമുകനായിക്കോട്ടെ, അവര് വറിയിടാണ്. നീ വീക്കൽ സ്ത്രീയാണ്, എന്തിനീ വേണ്ടാത്ത സമയത്ത് പോകുന്നു? അത് ഡേഞ്ചർ അല്ലേ? അത് ചോദിക്കും. ഞാനൊരു മകനാണ്, ഞാനൊരു ആങ്ങളെയാണ്, ഞാനൊരു കാമുകനായിരുന്നിട്ടുണ്ട്, എനിക്ക് പാർട്ട്നേഴ്സും ഉണ്ടായിട്ടുണ്ട്. ഇവരുടെയൊക്കെ പ്രൊട്ടക്ഷനും ഇവരുടെയൊക്കെ വെൽനെസ്സും ഒക്കെയാണ് നമുക്ക് ആവശ്യം. നമ്മൾ അതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ ചോദിക്കും, ഒരു പുരുഷൻ ചോദിക്കും. അത് അങ്ങനെ ഡേഞ്ചറിലേക്ക് പോയി ഡേഞ്ചറിൽ ഞാനില്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ നമ്മളില്ല എന്തെങ്കിലും സംഭവം സംഭവിച്ചു. ഇനി ആൾക്കാർ ബലാത്സംഗം ചെയ്യണ്ടോ? ഒരു പട്ടി ഓടിച്ചിട്ടാ മതി. സ്ത്രീ എന്ത് മാങ്ങാണ്ടി ചെയ്യാനാണ്? ഒരു പേപ്പട്ടി ഓടിച്ചിട്ട് തീർന്ന, ഉടുപ്പക്കെല്ലാം കൂടി വലിച്ച് കടിച്ചു കീറിയാ തീർന്ന. പിന്നെ ഇയാൾ എന്ത് തേങ്ങാക്കൂലാണ് പറയുന്നത്? അടുത്തതിലേക്ക് പോവാ. ഐക്യം ഉണ്ടാക്കുന്നത് അതിന് ഐക്യത്തിനാണ് ചെയ്യുന്നത്. ഐക്യത്തിനാണ്. സ്ത്രീയുടെ സുരക്ഷയ്ക്കും അതിനൊന്നും അല്ല ചെയ്യുന്നത്, പുരുഷന്മാരെ ഐക്യത്തിനാണ് ചെയ്യുന്നത്. അതാണ് ഇയാൾ പറയുന്നത്. നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നവരാക്കി മാറ്റം. ഈ പ്രോസസിനെ പറ്റിയാണ് നമ്മൾ ഈ പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും നമ്മൾ അത് ഇയാളുടെ കണ്ണിൽ അത് പുരുഷ മേധാവിത്വമാണ്. ആ പ്രോസസ് ഇയാളുടെ കണ്ണിൽ പുരുഷ മേധാവിത്വമാണ്. പുരുഷന്റെ കണ്ണിൽ പുരുഷ മേധാവിത്വമല്ല. പുരുഷന്റെ കണ്ണിൽ ഈ എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പെണ്ണിന്റെ വെൽനെസ്, അവളുടെ പ്രൊട്ടക്ഷൻ, അത് എന്റെ പ്രയോറിറ്റിയാണ്. അവളുടെ പ്രൊട്ടക്ഷൻ കഴിഞ്ഞിട്ടുള്ളൂ എനിക്കുള്ള കാര്യം എന്ന് ചിന്തിക്കുന്ന ഉത്തരവാദിത്വ ബോധമാണത്. അത് പുരുഷന്റെ ഉത്തരവാദിത്വ ബോധമാണ്. അത് ഇയാൾക്കില്ല. പുരുഷനുണ്ട്. ഇയാൾ ആണും പെണ്ണും കെട്ട മൈരനാണ്. ഇത് മൈത്രേനെന്നല്ല, ഇയാളെ മൈരൻ എന്നാണ് വിളിക്കേണ്ടത്. ഇയാളെ പ്രായം കൊണ്ട് ആരും വിളിക്കില്ലായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ളവന്മാർ, ഇത് ഇയാളെ മാത്രം ഞാൻ പറയുന്നില്ല, ഇങ്ങനെയുള്ളവന്മാരുടെ സംസാരങ്ങളിലൊക്കെ ഒരു പ്രത്യേക മോട്ടീവുണ്ട്. അങ്ങനെയുള്ളവന്മാരോട് എല്ലാവരും കൂടിയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള മൈരന്മാരോട് കൂടിയാണ് പറയുന്നത്. മൈരത്തരം കാണിക്കുന്നില്ല, മൈരത്തരം കാണിച്ചു എന്നിട്ട് പുണ്യാളനാവരുത്, എന്നിട്ട് മൈര് വർത്തമാനം പറയരുത്. ഞാൻ മൈരനാണെന്ന് പറഞ്ഞിട്ട് ചെയ്തോ, താൻ ഇയാളുടെ പേര് മാറ്റി മൈത്രേന്ന് മാറ്റിട്ട്
മൈരൻ ഇട്ടിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല, ഈ അഭിപ്രായങ്ങളെല്ലാം കേൾക്കാം, കുഴപ്പമില്ല. ബാക്കിയുള്ള കൂടി കേൾക്കാം. ഒരു ബ്രാഹ്മണൻ ജന്മി സാധാരണക്കാരെ അടിക്കുന്നത് ഇത് അടുത്ത ഒരു സംഭവമാണ്. ബ്രാഹ്മണനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ സ്ത്രീ പുരുഷ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇയാൾ ഡെഡ് എൻഡ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ തള്ളി അങ്ങ് വിടും, അങ്ങനെ തള്ളലാണ്. പക്ഷെ ചില പൊളിറ്റിക്കലായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല. അപ്പൊ ഇതിനകത്തൊരു കാര്യമാണ് ബ്രാഹ്മണന്റെ സംഭവം, അത് വേറെയാണ്, വിഷയമായിട്ട് ബന്ധമില്ല. കേട്ടു നോക്കെങ്കിലും ശുദ്ധമായ വായിച്ച് വിടാതെ ഒക്കെ ഇങ്ങനെ നടന്നുണ്ടെങ്കിൽ കുറിയിട്ട് നടക്കുന്ന ബ്രാഹ്മണികളെ നമ്മൾ കാണുന്നത്. അതിനെയല്ല നമ്മൾ ഈ സവർണ ബോധോദാരി സാധനം അവര് അവരുടെ കാര്യസ്ഥന്മാരിലൂടെ ചെയ്തെടുക്കുന്ന ഒരു സാധനം. രാജാവല്ല എല്ലാ തവണയും എല്ലാവരും വെക്കുന്നത്. ഒരു കുഞ്ഞിനെ നാശം പോലും കൊള്ളാത്ത രാജാവാണ് അവിടെ. ഇതിനെയാണ് സിസ്റ്റം. ഈ സിസ്റ്റം ഉണ്ടെന്ന്, എല്ലാത്തിനും സിസ്റ്റം ഉണ്ട്. സിസ്റ്റം ഇല്ലാണ്ട് എങ്ങനെയാണ്? സിസ്റ്റത്തിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. പുരുഷനായിരിക്കുന്നത് ആണെന്നുള്ള അർത്ഥത്തിലല്ലത്, മര്യാദ കെട്ടവനാണ്. ഏതർത്ഥത്തിൽ? എനിക്ക് വ്യത്യാസം കൊണ്ട് ഞാൻ ബലവാനാണ്, ഞാനാണ് ഭരിക്കേണ്ടവനെന്നുള്ള ബോധമുള്ളവനെയാണ് നമ്മൾ ഈ പുരുഷൻ. ആ ബലവാനല്ലേ, അത് ബോധമെന്നല്ല, അത് സത്യമാണ്, അത് റിയാലിറ്റിയാണ്. ഞാനാണ് ശക്തിമാൻ. എന്തുകൊണ്ടാണ് പ്രകൃതി എന്നെ ശക്തിമാനാക്കി ജനിപ്പിച്ചേക്കണത്? കാര്യം എന്നെക്കാളും വീക്കായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് എന്റെ സംഭവം. പിന്നെ സ്ത്രീക്ക് കഴിയുമെങ്കിൽ സ്ത്രീയുടെ ലെവലിൽ കഴിയും, അതല്ല. സ്ത്രീയുടെ ലെവലൊന്ന് വേണം, പുരുഷന്റെ ലെവലൊന്ന് വേറാണ്. സ്ത്രീ പറയുന്ന വാദങ്ങളാണ് ഇയാൾ പറയുന്നത്. സ്ത്രീക്ക് കഴിയുമോ കഴിയില്ലെന്നോ? സ്ത്രീക്ക് കഴിയും, അതിനേക്കാളും 10 ഇരട്ടി ബെറ്ററായിട്ട് പുരുഷൻ കഴിയും. അപ്പൊ ഒരു പുരുഷൻ ചെയ്യുന്നതാണ് സ്ത്രീ ചെയ്യുന്നതാണ് നല്ലത്. അവരവരുടെ റോള് ഏറ്റെടുത്ത് അവരവർ ചെയ്യണം. ഇപ്പൊ എനിക്കൊരു കാർ ഓടിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് കണ്ണു കാണാൻ പാടില്ല. എന്റെ കൂടെ ഇരിക്കുന്നവനും, അതായത് എനിക്ക് കണ്ണിന് കുറച്ച് കാഴ്ച കുറവുണ്ട്, എന്റെ കൂടെ ഇരിക്കുന്നവൻ എന്നെ പോലെ കാർ ഓടിക്കും, അവന് കണ്ണിന് കാഴ്ച നല്ല കാഴ്ചയുണ്ട്. ബെറ്റർ അവൻ ഓടിക്കുന്നില്ല നല്ലത്. കാരണം അവന് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നെക്കാൾ നന്നായിട്ട്. അപ്പൊ ഞാനത് ബാക്ക് സീറ്റ് എടുക്കണം, അവനെ കയറ്റി മുമ്പിൽ വിടണം, അവന് കുറച്ചുകൂടി വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടുത്തെ ലോജിക്ക്. കാരണം അവൻ അതൊന്നും മനസ്സിലാക്കണം. ഇവരെല്ലാം പൗരരാണ്. സ്ത്രീയും പുരുഷൻ ബയോളജിക്കലി ആണ് പെണ്ണും വ്യത്യാസമുള്ളതല്ല പറയുന്നത്. അംഗീകരിച്ചു. ഈ ആളുകളുടെ പെരുമാറ്റത്തിനകത്ത് ഇത് തിരിച്ചറിയും. ഞാനിത് എങ്ങനെ ഒരു കാലത്തും ബലാത്സംഗം ചെയ്യത്തില്ല എന്ന് തീരുമാനം എടുത്തവരാണ് പൗരൻ. ഈ ഇന്ത്യയിൽ ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരുണ്ട്, എല്ലാവരും ബലാത്സംഗം ചെയ്തുകൊണ്ട് നടക്കണല്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളാണിത്. ആ ഒറ്റപ്പെട്ട സംഭവങ്ങളെ എടുത്താണ് ഈ പറഞ്ഞത്. എല്ലാവരും ബലാത്സംഗം ചെയ്തുകൊണ്ട് നടക്കണതാണ്. ഈ അയാളെ മുമ്പിരിക്കുന്ന ഓജി ബലാത്സംഗം ചെയ്തുകൊണ്ട് നടക്കണതാണ്. ബാക്കി എല്ലാവരും ബലാത്സംഗം ചെയ്തുകൊണ്ട് നടക്കണതാണ്. ഓരോരോ തള്ളി വിടുന്നത്. എനിക്ക് ബലമുണ്ട്, അത് കാരണം കൊണ്ട് ഞാൻ സംരക്ഷിക്കും, ഞാൻ നോക്കും, ഞാൻ അധ്വാനിക്കും എന്നൊക്കെ പറയുന്ന പുരുഷൻ. അതിലെന്താ തെറ്റെന്താണ്? അതിലെന്താണ് തെറ്റെന്താണ്? ഇയാള് പറയാറില്ല, ഇയാളങ്ങനെ ചിന്തിക്കാറുമില്ല. ഞാൻ പുരുഷനാണ്, എനിക്ക് ബലമുണ്ട്, അതുകൊണ്ട് ഞാൻ അധ്വാനിക്കണം, ഞാനത് നോക്കണം എന്നൊന്നും ഇയാൾ ചിന്തിക്കാറില്ല. ഇയാൾ മൂഞ്ചണം. ഇയാൾ ഇങ്ങനെ നൈസായിട്ട് നാളെ മൂഞ്ചണം എന്നുള്ള ചിന്താധിക്കാറ്. റോഡിനകത്ത് എല്ലാം ചെയ്യാൻ കഴിവുള്ള സ്ത്രീകളെ കാണാത്തത് ഒരു സ്ത്രീയെ റോഡിൽ വിട്ടിട്ടില്ലാത്തതാണ്. റോഡിൽ ഇറങ്ങി നിൽക്കുന്നത് ലൈംഗിക തൊഴിലാളികൾ മാത്രമേ. അവർക്ക് ഇതൊക്കെ ചെയ്യണം. അതും ആർക്കു വേണ്ടി ഇറങ്ങി നിൽക്കുന്നത്? വേറെ പുരുഷന്മാർക്ക് വേണ്ടി തന്നെ. വേറെ പുരുഷന്മാർക്ക് വേണ്ടിയാണ്. ബാക്കി കേട്ടോ, അവർക്ക് അതിന് വേണ്ടിയിട്ടല്ല, അവർക്ക് വരുമാനം ഉണ്ടാക്കാനാണ്. മനസ്സിലാക്കിയാൽ മതി. അത് ഇയാളെന്ന് പറയണേ. ഒരു വെള്ളം തരാനുള്ള അപ്പൊ ലൈംഗിക തൊഴിലാളികൾ വന്ന് നിൽക്കുന്നത് അത് പുരുഷന് വേണ്ടിയാണ്. അത് പുരുഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ഒരു പെണ്ണിങ്ങനെ അങ്ങ് വിചാരിച്ച് ഇന്നൊരു പുരുഷനങ്ങ് സൂചിപ്പിച്ച് കളയാം, നമുക്ക് തുണിയും കൊടാനില്ലാണ്ട് വന്നിട്ട് വഴിയിൽ മാറി നിൽക്കാം, എന്നിട്ട് ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. അവർക്ക് വേണ്ടിയല്ല, കാശുണ്ടാക്കാൻ വേണ്ടിയാണോ കളവാ? കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. പെണ്ണായാലും ആണായാലും ഭൂമിക്കാണ് കഷ്ടപ്പാട് പെടുന്നതും തെണ്ടിത്തരം കാണിക്കുന്നതും വൃത്തികേട് കാണിക്കുന്നതും എല്ലാം കാണിക്കുന്ന കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ പെണ്ണുങ്ങൾ പുറത്തിറങ്ങി വന്നിരിക്കുന്നത്. അല്ലാണ്ട് പുരുഷന്റെ സൂചിപ്പിക്കാനല്ല, പുരുഷന്റെ അണ്ടിക്ക് സുഖം ഉണ്ടാക്കാനല്ല പെണ്ണ് വന്നിട്ട് പുറത്തിറങ്ങി വന്ന് നിൽക്കുന്നത്. പുരുഷനെ പറ്റിച്ച് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്ഥലത്താണ് കൊണ്ടുപോയി പുരുഷൻ കാശ് കൊടുക്കുന്നത്. മനസ്സിലായ? മയില് പറയാൻ നടക്കണം. ബാക്കി പറ. അവിടെ റോഡിൽ ഇറങ്ങി ഒരുങ്ങി നിൽക്കുകയാണ്, ഞാനൊരു ലൈംഗിക തൊഴിലാളിയായ പുരുഷനാണ് എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റിന്റെ ലൈനിലുള്ള വേഷമൊക്കെ ഇട്ട് തള്ളി മറിക്കണം. വിളിച്ചോണ്ട് പോകും. ഇന്ന് സ്വാതന്ത്ര്യമുള്ള സമൂഹത്തിനകത്ത് ഇഷ്ടംപോലെ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീ വേണമെങ്കിൽ വന്നിട്ട് ഇങ്ങനെ നോക്കും, ഞാൻ വിളിച്ചാൽ നീ വരുമെന്ന് ചോദിക്കുന്ന അതിനെ ഗിഗുളു എന്ന് പറയും. ഓ, ഇയാള് പറഞ്ഞിട്ട് വേണം അത് ബാക്കിയുള്ളവർക്ക് അറിയാം. അതിനെ ഗിഗളോ എന്ന് പറയുമെന്ന് ഇയാളെ എവിടെ കണ്ട് കേട്ടിട്ട് പറയും. എടോ, ഗിഗളോ എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് തനിക്ക് വല്ലതും അറിയാവോ? അതിനെ ഗിഗളോ എന്ന് പറയുന്നു. അതിന് വേറൊരു ഡൈനാമിക്സ് തന്നെ ഉണ്ട്. ഗിഗളോ ഇയാളൊക്കെ എന്ത് തേങ്ങാണ്ടിയാണ് പറയണമെന്ന് അറിയാൻ പാടില്ല. ഒരു കാര്യം പറയുമ്പോൾ എ എന്ന് പറയുമ്പോൾ ഇയാൾ പറയും ബി എന്ന് പറയും. അങ്ങനെ ഒരു കളവനാണ് ഇയാൾ. ബാക്കി കേട്ടോ, അത്രയും സ്വത്തുള്ള അപ്പോഴും 1 ലക്ഷം സ്ത്രീകൾക്ക് ഒരു ഗിഗുളേ ഉള്ളൂ.
1 ലക്ഷം പെണ്ണുങ്ങൾക്ക് ഒരു ഈകളോ ഉള്ളൂ എന്ന് പറയുന്നത് അത് സർവീസാണോ? അത് ആ പെണ്ണിന് വേണ്ടി ചെയ്യുന്ന സർവീസാണ്. മനസ്സിലായ? അത് ഈ എന്താ പ്രോസ്റ്റിറ്റ്യൂഷൻ സർവീസ് എന്ന് പറയുന്ന ഒരു ആണുങ്ങൾ ചെയ്യുന്ന സർവീസാണ്. അത് ആണുങ്ങൾ ഒരു എന്താ പറയാ ഒരു ബോഡി പോലെ അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ആ പെണ്ണിന്റെ കൂടെ നടന്ന് പെണ്ണ് ബുക്ക് ചെയ്യും, നമുക്കുള്ള ഹോട്ടലടക്കമുള്ള സംഭവങ്ങൾ ബുക്ക് ചെയ്യും. അത് ചെയ്തിട്ട് അവിടെ ചെല്ലും, പെണ്ണിന്റെ കൂടെ ഇരിക്കും, സംസാരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമാര് തള്ളിവിടുന്നത് പെണ്ണിന്റെ ഇങ്ങനെയുള്ള വിവരക്കേടുകളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും നമ്മളിങ്ങനെ. ഇങ്ങനെ കുടുംബ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി, അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടായി. അപ്പൊ നമുക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവും എവിടെയാണ് കുഴപ്പമുണ്ടായത്, ഇവളുടെ കുഴപ്പം എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്കൊന്നും ഉണ്ടാൻ പറ്റില്ല. കാശ് കിട്ടുന്നുണ്ട്, പേ ചെയ്യുന്നുണ്ട്, നമുക്കൊന്നും ഉണ്ടാൻ പറ്റില്ല. ഇങ്ങനെ നിൽക്കണം കുത്തിയിരുന്ന്. അതല്ലാണ്ട് പെണ്ണ് പറയുന്നതിൽ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അതൊരു തൊഴിൽ പോലെ ചെയ്യണത്. ആ പെണ്ണിന്റെ വൈവാഹിക ജീവിതത്തിൽ നിന്ന് അവർക്ക് കിട്ടാത്ത സുഖം, ശാരീരികമായിട്ടുള്ള സുഖം, പിന്നെ മാനസികമായിട്ടുള്ള ഒരു വാലിഡേഷൻ അത് നമ്മൾ കൊടുക്കും, ഗിഗളോ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിന് ഗിഗളോന് പ്രൈസും കിട്ടുന്നു. അതാണ്. അപ്പൊ അങ്ങനെ അവർക്ക് ഒത്ത രീതിയിൽ അങ്ങനെ നിൽക്കാനും ഒരു പുരുഷന്റെ രീതിയിൽ പെരുമാറാനും എന്നാൽ ഒരു സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ ഒത്തിങ്ങനെ നിൽക്കാനും പറ്റിയ പുരുഷൻ ഭൂമിയിൽ കിട്ടൂല. അത് പേ ചെയ്യാണ്ട്, സ്ത്രീ പേ ചെയ്യാണ്ട് അങ്ങനെ ഒരു പുരുഷനെ കിട്ടൂല. കാര്യം ഈ കേൾക്കുന്ന പുരുഷൻ അറിയുമ്പോൾ പറയുന്നത് കിഴങ്ങത്തരമല്ലാന്ന് അറിയാമോ? അപ്പൊ അത് അവൾ പേ ചെയ്യുന്നത് മാത്രമാണ് അവൾക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നത് ഈ ഗിഗളോ എന്ന് പറയുന്നത്. ബാക്കി കേട്ട് നോക്കാം. ഈ മൂല്യബോധങ്ങൾ കൂടെ അതെങ്ങനെ പറ്റും? അതാണ് ഫെമിനിസം എന്നുള്ള സബ്ജക്ട്, സെക്സ് എഡ്യൂക്കേഷൻ ഇതൊക്കെ ചെറിയ ക്ലാസ് മുതലേ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയാണ് തുല്യം. നമ്മൾ ഫെമിനിസം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ സ്ത്രീയും തുല്യമായി മാറുന്നതിനെയാണ് നമ്മൾ ഫെമിനിസം എന്ന് പറയുന്നത്. അല്ല ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളം ആദ്യം കാണിക്കുന്ന പറഞ്ഞാൽ സ്ലീവ്ലെസ് ക്ലാസ് ഒരു പെണ്ണ് ആണ്. അങ്ങനെയല്ലേ പണ്ട് ഫെമിനിസം എന്ന് പറയുന്നത് കേരളത്തിൽ വന്നപ്പോ ഇങ്ങനെയൊക്കെയാണ്, സ്ലീവ്ലെസ് ഇട്ടാണ്. ഇന്നിപ്പോ വേഷമൊന്നും മാറിയിട്ടുണ്ടെന്നുള്ളു. എന്നിരുന്നാലും പെണ്ണുങ്ങളുടെ ആയിട്ടുള്ള ചില ആഗ്രഹങ്ങൾ മുൻപന്തിയിലേക്ക് എടുത്ത് വെക്കുന്ന ഒരു കാര്യമാണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത്. അതിനുള്ള ആശയമാണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത്. അത് മര്യാദക്കൊന്നും അല്ല ഇവർ ചെയ്യുന്നത്. പെണ്ണുങ്ങളുടെ എന്ന് പറയുന്നത് പെണ്ണുങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ ചിന്തിക്കുന്നത്, ലോജിക്കലായിട്ടല്ല. അപ്പൊ എല്ലാ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും അവർക്കൊരു ഒരു പോസിറ്റീവ് സ്റ്റാൻഡ് പോയിന്റ് ഉണ്ട്. അതൊന്നും വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. പിന്നെ ഇയാൾ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് സ്ത്രീകള് ഒളിമ്പിക്സിൽ പോയിട്ട് വെടിവെക്കുന്നുണ്ട്, ആർച്ചറി ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് പട്ടാളത്തില് സ്ത്രീകളെ എടുക്കുന്നില്ലെന്ന്. എടോ മനുഷ്യ, സ്ത്രീകൾക്ക് ഒരു ബോൺ ഡെൻസിറ്റി എന്നൊരു സംഭവമുണ്ട്, മനസ്സിലായ? എല്ല് ബലം എന്നൊരു സംഭവമുണ്ട്, ശാരീരികമായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്, സ്റ്റാമിന ഉണ്ട്. ഒളിമ്പിക്സിൽ പോയി അമ്പി ചെയ്യുന്നതും വെടിവെക്കുന്ന പോലെയല്ല യുദ്ധഭൂമിയിൽ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാകിസ്ഥാൻ അതിർത്തിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിഴപ്പിച്ചു വിടും പെണ്ണിനെ. അത് വല്ലെന്ന് എനിക്കറിയോ? പിന്നെ ഞമ്മന്റെ ആൾക്കാർ അറിയുള്ളത് ആണുങ്ങളെ പോലും വെറുതെ വിടുന്നില്ല, കണ്ണും മൂക്കും ചേർത്തിട്ടാണ് ശവം ഇടുന്നത്. ഇത് വല്ലതും കേരളത്തിൽ നിന്ന് മൂഞ്ചെന്നത് എനിക്കറിയാവോടോ? എന്നിട്ട് പെണ്ണിനെ പറഞ്ഞു വിടുന്നത് വെടിവെക്കാനായിട്ട് അതിർത്തിയിലേ. നല്ല രസമായിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ അണ്ടിയും പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാം, ആണുങ്ങൾക്ക് ബാക്കിയുള്ളതായിരിക്കും. ഇങ്ങനെ പെണ്ണ് പോയിട്ടുണ്ട് അതിർത്തിയിൽ വെടിവെക്കാറുണ്ട്, എന്തിനാ പോയത് വെടിവെക്കാൻ പോയത്? അപ്പൊ ആണുങ്ങൾ എന്ത് ഇല്ല, ഞാൻ വീട്ടിലെ കഞ്ഞിയും കറി വെക്കണേ, അവള് പോട്ടെ, അവള് പഠിച്ചിട്ടുണ്ട്, അവളെ ഞാനെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, വെടിവെക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വെടിവെക്കാൻ പോയിട്ടുണ്ട്, നല്ല വെടിവെച്ചാൻ പോയിട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊന്നുമല്ലല്ലോ നമ്മൾ പറയുന്നത്. തൊഴിലാളികളെ പറ്റി പണ്ട് കാർമാസ് പറയുന്ന സമയത്ത് ഇതേപോലെ തന്നെയായിരുന്നു ചെയ്തത്. തൊഴിലാളികളെ പറ്റി ഇത് പറയണ നോക്കുകൂലിക്കാരനെ പറ്റി മാത്രമല്ല, തൊഴിലാളിമാർക്ക് നോക്കുകൂലിക്കാരനാണ്. അല്ല, ഈ പണിയെടുക്കുന്നവരെ പറ്റി ചർച്ചയില്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയാണ് ഈ ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത് താനും ഞാനും ഈ സമൂഹത്തിനകത്ത് സ്ത്രീകളെ പോലെ തന്നെ പ്രോഡക്റ്റാണ് പുരുഷനായിട്ട്. ആ പുരുഷനാകുന്നവൻ മര്യാദ കെട്ടവനായിട്ടാണ് നമ്മൾ ലോകത്തുണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഇയാൾ പറഞ്ഞു നിർത്തുന്നത്. പുരുഷനായിട്ടുള്ളവനെ മര്യാദ കെട്ടവനായിട്ടാണ് ലോകത്ത് നിർത്തിയിട്ടുള്ളത്. അങ്ങനെ ഒന്നുമില്ല. ഇനിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രത്ന ചുരുക്കം ഞാൻ പറയുന്നത്. പുരുഷൻ എന്ന് പറയുന്നത് മര്യാദ കെട്ടവനായിട്ടൊന്നുമല്ല. പുരുഷനെ പുരുഷനെ ഒരു ഉത്തമ പുരുഷനാക്കുന്നത് സ്ത്രീയാണ്. സ്ത്രീയെയും ഒരു ഉത്തമ സ്ത്രീയാക്കുന്നതിൽ വലിയ പങ്ക് പുരുഷനുണ്ട്, മനസ്സിലായ? ഈ സ്ത്രീക്ക് എല്ലാം കഴിയുമെന്ന് പറയാൻ എല്ലാം കഴിയൊന്നുമില്ല. സ്ത്രീയുടെ മുന്നില് ഒരു പുരുഷൻ അവളുടെ ബലമാണ്, അത് അവളുടെ വീക്ക്നെസ് അല്ല. ഇയാളെന്റെ മുന്നിലുണ്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, ശാരീരികമായിട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ എനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് എന്റെ കൂടെ ഒരാളുണ്ട്, സ്ട്രോങ് ആയിട്ട് ഒരാളുണ്ട്, അയാൾക്ക് ബുദ്ധിയും ബോധമുണ്ട്, അയാൾക്ക് കരുത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ നിൽക്കുമ്പോഴത്തേക്കും സ്ത്രീക്ക് ആ ഫെമിനിൻ എനർജിയിൽ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരുപാട് കാര്യങ്ങൾ സ്ത്രീക്ക് ചെയ്യാൻ പറ്റും. സ്ത്രീക്കും പുരുഷനും ഗുണമുള്ള കാര്യം അതാണ് സ്ത്രീയുടെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പുരുഷൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രം സ്ത്രീക്ക് എന്താ പറയുക, ആ സ്ത്രീയുടെ ഫെമിനിൻ എനർജിയിൽ ഫ്ലറിഷ് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഹയസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഒരു ഉത്തമ സ്ത്രീയായിട്ട് മാറുന്നത്. അത് ഇരു കൂട്ടർക്കും ഗുണം ചെയ്യും. അതാണ് പ്രകൃതിയുടെ ആവശ്യം. ഇത് നേരെ മറിച്ചും സംഭവിക്കും.
ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയാൽ, എന്തൊക്കെ അധ്വാനിച്ച് കഷ്ടപ്പാടുണ്ടാക്കി ഞാൻ വീട്ടിൽ മേടിച്ചാലും, അത് മേടിച്ചാലും ഇത് മേടിച്ചാലും, എന്ത് കാര്യങ്ങൾ മേടിച്ചാലും അത് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്റെ വീട്ടിലിരിക്കുന്ന പെണ്ണിനുണ്ട്. അവൾക്കറിയാം. അത് അവൾ അങ്ങനെ ഒരു കുടുംബത്തിൽ ജീവിച്ചതാണ്, അവൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം എന്ന് ഒരു ബോധം പുരുഷനുണ്ട്. അപ്പൊ ആ പുരുഷനും ഒരു മാസ്കുലിനിറ്റിയിൽ നിന്ന് ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറങ്ങി കാര്യങ്ങൾ ചെയ്യാം. എന്ത് വേണേലും നമുക്ക് കാശ് വേണമെങ്കിൽ മുടക്കാം, സാധനം മേടിച്ചിടാം. എന്റെ പെണ്ണ് അത് ചെയ്തോളും. അത് അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു സെൻസ് അവക്കുണ്ട്. നമുക്ക് സെൻസ് ഇല്ലെന്നല്ല, നമുക്ക് ടൈമില്ല. നമുക്കിത് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് തന്നെയല്ല. അതാണ് പുരുഷന്റെ ജോലി. നമ്മളത് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴേക്കും സ്ത്രീ അത് നോക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു പുരുഷൻ എന്താണ് ആവശ്യം? ഒരു ഞാനിവിടെ തുണി രണ്ടിടക്കാം, തുണിയും കൊണാനും രണ്ടിടക്കാം. ഇതെല്ലാം നമ്മളുടെ കൂടെ നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലാണ്ട് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും. പിന്നെ പുരുഷന്റെ ലോകത്ത് പുരുഷൻ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്ത്രീക്ക് വേണ്ടിയിട്ടും സ്ത്രീയിലുണ്ടായിരിക്കുന്ന കൊച്ചിന് വേണ്ടിയിട്ടും ഒക്കെ അധ്വാനിക്കാനും അവരെ പോറ്റാനും വേണ്ടിയിട്ടൊക്കെയാണ് പുരുഷന്മാര് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾക്കായി ഇറങ്ങി പുറപ്പെടുന്നത്. അവരെ വയറോർത്ത് എന്തിനും എടുക്കുന്ന പണിയിലായാലും മുമ്പിൽ നിൽക്കുന്ന ബോസ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ച് മുങ്ങി കിടക്കാൻ തോന്നും. പക്ഷെ ചെയ്യൂല. എന്താ ചെയ്യാത്തെന്നറിയോ? നമ്മളെ ആശ്രയിച്ച് വേറെ വയറുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു പുരുഷൻ കഴിച്ചു തുള്ളി കഷ്ടപ്പാടുവിട്ട് ക്ഷീണിച്ച് വീട്ടിൽ വരുന്നത്. അപ്പൊ സ്ത്രീ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സ്ത്രീയെ പഠിപ്പിക്കാനായിട്ടുള്ള കാര്യം എന്ത് തോന്നും ഒരു പുരുഷൻ? ഈ പുരുഷന് വേണ്ടി മാത്രമായിട്ട് ജീവിക്കാനാണെങ്കിലുണ്ടല്ല ഇമാരുള്ള അഡ്വൈസറീസ് ഒക്കെ വരുമ്പോഴേക്കും അടിച്ച് കർണടിച്ച് പൊളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകും. പക്ഷെ പറ്റൂല. പറ്റാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ അമ്മക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ പെങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഭാര്യക്കും നമ്മളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീജനങ്ങൾക്ക് ആദ്യമായിട്ട്. പുരുഷജനങ്ങൾക്കുണ്ട്, അപ്പോഴും അവരിവർക്കൊക്കെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അതിനകത്ത് ഏറ്റവും വീക്കായിട്ടുള്ളതാണ് സ്ത്രീ എന്ന് പറയുന്നത്. സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സഹിക്കുന്നത്, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ സഹിച്ച് മുന്നോട്ട് പോകുന്നത്. അതും അതിന്റെ ബാക്കിയൊക്കെ അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ്, വർഗമാണ് പുരുഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ വാലിഡിറ്റി കൂടി ആ പുരുഷന് കിട്ടൂല. അത് പറയേണ്ട, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്ത് പറയുന്നത്?